Hi, I'm Dr. Gayatri, physician, Changambali Remedium. Mental health of cancer patients and their families. ഇതൊരു ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. യെറ്റ് ഇറ്റ് ഇസ് ഭയങ്കര ഓഫൻ അണ്ടർ ഡിസ്കസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ഇൻ ആസ്പെക്ട് ഓഫ് ക്യാൻസർ ജേർണി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. സോ ഓഫൻ കൺസിഡറിങ് എ ക്യാൻസർ പേഷ്യന്റ് അവർക്ക് ലോങ് ടേമിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരുമായിരിക്കും. ദ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഇമോഷണൽ റിയാക്ഷൻ ടു ഡയഗ്നോസിസ് ആയിരിക്കും. ക്യാൻസർ ആണ് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് അവർ കാണിക്കുന്ന ഒരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ട്. അത് മേ ബി അത് അവർക്കൊരു ആൻസൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഫിയർ ആയിട്ടോ ഒരു കൺഫ്യൂഷൻ ആയിട്ടോ ഒരു അൺസർട്ടൻ ഒരു എന്താ പറയാ റിയാക്ഷൻ ആയിട്ടോ ഒക്കെ അവരത് പ്രസന്റ് ചെയ്യാം. പിന്നെ പറയുന്നത് എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓൺ ട്രീറ്റ്മെന്റ് ആണ്. ഇമ്പാക്ട് ഓൺ ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് പറയുമ്പം ആദ്യം തന്നെ ആ ഒരു പെയിൻ എല്ലാ കാര്യങ്ങളും അവർ അതിലെന്തായാലും ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും. പിന്നെ അവരുടെ ബോഡി ഇമേജ് ലോ സെൽഫ് എസ്റ്റീമിലേക്ക് പോകുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, എന്താ പറയുക, കീമോതെറാപ്പി ആണെങ്കിലും റേഡിയേഷൻ തെറാപ്പീസ് ഒക്കെ എടുത്തു കഴിയുമ്പം ലൈക്ക് ഒരുപാട് ബോഡി ഇമേജസിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊരു ലോ സെൽഫ് എസ്റ്റീമിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും അതിൽ. പിന്നെ വരുന്നത് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത് കൂടുതലും ഈ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ലൊജിസ്റ്റിക്കൽ ആയിട്ടുള്ള കുറെ സ്ട്രെസ്സസ് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് കുറെ ലോങ് ടേം എഫക്ട്സ്, ദറ്റ് ഇസ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലെ ഇതിന്റെ പ്രോഗ്നോസിസ് അല്ലെങ്കിൽ ഇനിയും ഇത് റിക്കർ ചെയ്യോ അങ്ങനത്തെ കുറെ ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ കൺസേൺസ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആ ഒരു ജേർണിയിൽ കംപ്ലീറ്റ്ലി ഫേസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതുപോലെ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ ഫാമിലി ഫേസ് ചെയ്യുന്ന കുറെ ഇമോഷണൽ ചാലഞ്ചസ്. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് ഇമോഷണൽ ടോള് തന്നെയാണ്. അതായത് കൂടെ ഉള്ള ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന ഒരു ഗ്രീഫ് അല്ലെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ, ആൻസൈറ്റി, ഫിയർ, എവറിത്തിങ്, അതൊക്കെ അവരെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. ആൻഡ് വൺ ഓഫ് ദ മെയിൻ ബട്ട് അണ്ടർ ഡിസ്കസ്ഡ് ആയിട്ടുള്ള വേറൊരു മെയിൻ ടോപ്പിക് ആണ് ഫാമിലീനെ കൺസേൺ ചെയ്യുമ്പം അവരുടെ ബേൺ ഔട്ട്. ലൈക്ക് ദേ ടെൻ ടു ഗെറ്റ് മോർ എക്സോസ്റ്റഡ്. ഇവരെ കെയർ ചെയ്തിട്ടാണെങ്കിലും എല്ലാം ചെയ്തിട്ടാണെങ്കിലും അവർ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. അവർക്ക് സെൽഫ് കെയറിന് ടൈം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് വൺ ഓഫ് ദ മെയിൻ അതർ തിങ് ഇസ് ഫിനാൻഷ്യലി കുറെ ഗ്രീവ് വരും. അത് ഒരു വലിയൊരു ഫാക്ടറും കൂടിയാണ് മെന്റൽ ഹെൽത്ത് ഓഫ് ക്യാൻസർ പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ് കൺസിഡർ ചെയ്യുമ്പോൾ. സോ ഈ കേസസിൽ നമുക്ക് ഒരുപാട് കോപ്പിംഗ് മെക്കാനിസംസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വൺ ഓഫ് ദ മെയിൻ തിങ് ഇസ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. നമുക്ക് എന്താ പറയാ സൈക്കോളജിക്കൽ ഹെൽപ്പ് യൂസ് ചെയ്യാം, കൗൺസിലിംഗ് യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് പോവുക അമംഗ് ദ ഫാമിലി മെമ്പേഴ്സ്. നമുക്ക് എപ്പോഴും ടൈം അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. പേഷ്യൻസിന് ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് എന്തായാലും കൗൺസിലിംഗ് തെറാപ്പി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹെൽപ്പ് കിട്ടിയേ പറ്റൂ. പാലിയേറ്റീവ് കെയർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത് ലോങ് റണ്ണിൽ ഒരിക്കലും ഒരു ഇമോഷണൽ ടോൾ അവരിൽ എടുക്കാതിരിക്കുന്ന രീതിയിലേക്ക് വേണം നമ്മളിത് എന്തായാലും മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ. സോ ഭയങ്കര അണ്ടർ ഡിസ്കസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് എപ്പോഴും അവെയർ ആയിട്ടിരിക്കണം. താങ്ക് യു.